ഗാസയിൽ വെടിനിർത്തലെന്ന പ്രഖ്യാപനം അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചെന്നാണ് സാമൂഹ്യമാധ്യമമായ എക്സ് പോസ്റ്റിലൂടെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹമാസ് കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കരാർ അംഗീകരിക്കുന്നതാണ് ഹമാസിന് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകുന്നു. മുഴുവൻ ബന്ദികളുടെ മോചനം, ഗാസയിൽ വെടിനിർത്തൽ, ഗാസയിലെ ഭാവി പദ്ധതികൾ ഇവ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച വരുന്ന ആഴ്ച നടക്കാനിരിക്കെയാണ് വളരെ സുപ്രധാനമായ പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചെന്നും ഹമാസ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അഥവാ ഹമാസ് കരാറിലെത്തിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകുന്നു. ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുമെന്നും അന്തിമ നിർദ്ദേശങ്ങൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിക്കുന്ന ഖത്തറും ഈജിപ്തും അവതരിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതേസമയം ഈ വർഷം ജനുവരിയിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം 3ാം വട്ട കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തും. ഇറാൻ, ഗാസ, മിഡിൽ ഈസ്റ്റ് വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ലോകമുറ്റുനോക്കുന്ന സന്ദർശനത്തിൽ പല നിർണായക തീരുമാനങ്ങളും ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.